മാടായി കോളേജ് നിയമന വിവാദം കോടതിയിലേക്ക് നിയമവിരുദ്ധമാണെന്നും ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി നിയമനം റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഹർജി. നിതീഷ് ടി ആണ് ഹർജി നൽകിയത്. MK രാഘവൻ MP ചെയർമാനായ ഭരണസമിതി നടത്തിയ നിയമനം റദ്ദ് ചെയ്യണമെന്നാണ് ആവശ്യം. കോഴ വാങ്ങിയാണ് നിയമനം നടത്തിയതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു കണ്ണൂരിൽ നിന്നും. മിഥുൻ, കോൺഗ്രസിൽ തന്നെ വലിയ വിവാദമാണ് ഈ മാടായി കോളേജ് നിയമനം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അറിയാം, MK രാഘവൻ CPM അതുപോലെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നിയമനം നടത്തി എന്ന ആരോപണമൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകൾ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇതിൽ കാര്യമായി ഇടപെട്ടില്ല. ഇപ്പോഴിതാ കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ മിഥുൻ? അനിൽ നമ്പ്യാർ, ഏതാനും മാസം മുമ്പാണ് മാടായി കോളേജിൽ ഒരു പോസ്റ്റിലേക്ക് CPM അനുകൂലിയായ ഒരാൾക്ക്, അതും MK രാഘവൻ MPയുടെ ബന്ധുവായ ഒരാൾക്ക് നിയമനം നൽകിയെന്ന് ഗുരുതരമായ ആരോപണവുമായി പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നത്. ഇത് കണ്ണൂർ ജില്ലയിലെ പ്രാദേശികമായിട്ട് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്കും ആളുകൾ MK രാഘവൻ MPക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. മാടായിലും അതുപോലെ തന്നെ പഴയങ്ങാടിയിലും ഒക്കെ തന്നെ MK രാഘവൻ MPയുടെ കോലം പോലും പരസ്യമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കത്തിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇത്തരത്തിൽ കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കിയ സംഭവമാണ് മാടായി കോളേജിലെ നിയമന വിവാദം. ഈ വിഷയമാണ് ഇപ്പോൾ കോടതി കയറുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ച പല ഒത്തുതീർപ്പ് ഫോർമുലകളും ഒരു തരത്തിലും പരിഹാരം ഉണ്ടാക്കിയില്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ നിയമന വിവാദം കോടതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അന്ന് നിയമനം കെട്ടേണ്ട ആ നിയമന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നിതീഷ് എന്ന് പറയുന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ CPM പ്രവർത്തകൻ അവിടെ നിയമനം നൽകിയിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. മാത്രമല്ല, MK രാഘവൻ MP കോഴ വാങ്ങിക്കൊണ്ടാണ് ഈ നിയമനം നൽകിയെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, MK രാഘവൻ MP ചെയർമാനായിക്കൊണ്ട് നടത്തിയ ഈ ഒരു നിയമനം റദ്ദ് ചെയ്യണം. ഹർജിയിൽ അന്തിമ തീരുമാനം വരെ നിയമനം അംഗീകരിക്കരുത് എന്നൊരു ആവശ്യം കൂടി ഇവർ ഹർജിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് നിതീഷ് ഈ ഒരു ഹർജി കോടതിയിൽ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലും നേതൃത്വം ഈ ഒരു വിഷയം പരിഹരിക്കാൻ ഇടപെടാത്തതിലുള്ള പ്രാദേശിക വികാരം തന്നെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു നിയമ നടപടിയിലേക്ക് ഉൾപ്പെടെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, KPCC സമിതി പോലും ഇതിന് കോൺഗ്രസ് നേതൃത്വം വെച്ചിരുന്നു. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഒരു സമിതിയെ വെച്ചുകൊണ്ട് ഈ മാടായി കോളേജിലെ നിയമന വിവാദം അന്വേഷിക്കുക അടക്കം ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഒരു കൃത്യമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ആ പ്രാദേശിക കോൺഗ്രസ് വികാരം പാലിച്ചുകൊണ്ടൊരു നടപടി എടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അത് തന്നെയാണ് ഇത്തരത്തിൽ പരസ്യമായി നിയമ നടപടിയിലേക്ക് പോകാനുള്ളൊരു പ്രധാന കാരണം. ഇതുമായി ബന്ധപ്പെട്ട MK രാഘവൻ MPയുടെ പ്രതികരണം വല്ലതും ലഭിച്ചോ? എന്തായാലും കോടതിയിലേക്ക് പോവുകയാണ്. നിയമപരമായി തന്നെ നേരിടാൻ കോൺഗ്രസിലുള്ളവർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. MK രാഘവൻ MPയുടെ നിലപാട് എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭ്യമായോ മിഥുൻ? കോഴിക്കോട് MP ആണ് MK രാഘവൻ. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുമോ എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആദ്യഘട്ടത്തിൽ പല രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ MK രാഘവൻ MP ശ്രമിച്ചിരുന്നു. കാരണം തന്റെ ബന്ധു അയാൾ CPM-കാരനല്ല കോൺഗ്രസ്സുകാരനാണെന്നൊരു പ്രതിരോധ വാദം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ആദ്യം രംഗത്ത് വന്നത്. എന്നാൽ പിന്നീട് ഇതേ നിയമനം ലഭിച്ച വ്യക്തി തന്നെ പല CPM പരിപാടികളിൽ നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്. ഇതൊക്കെ തന്നെ പ്രാദേശിക വികാരം പാലിക്കാതെ പണം വാങ്ങിക്കൊണ്ട് സ്വന്തം കുടുംബക്കാരന് തന്നെ MK രാഘവൻ MP നിയമനം നൽകിയെന്നൊരു ആരോപണം ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കാനൊരു കാരണമായത്. ഇതിന്റെ പേരിൽ സസ്പെൻഷൻ നടപടികൾ അടക്കം ഉണ്ടായിരുന്നു. അതായത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയിരുന്നു. എന്നാൽ ഈ KPCC സമിതി നടത്തിയ ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായി ഇവരെ തിരിച്ചെടുത്തെങ്കിലും ഈ നിയമന വിഷയത്തിൽ ഒരു പുനഃപരിശോധനയ്ക്ക് നേതൃത്വം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിൽ പരിഗണനയ്ക്ക് വിധേയമാകേണ്ടിയിരുന്ന നിതീഷ് തന്നെ രംഗത്ത് വരാനൊരു പ്രധാനപ്പെട്ട കാരണം അനിൽ നമ്പ്യാർ. മാടായി കോളേജ് നിയമന വിവാദം കോടതിയിലേക്ക് നിയമവിരുദ്ധമാണെന്നും ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി നിയമനം റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഹർജി. നിതീഷ് ടിവിയാണ് ഹർജി നൽകിയത്. MK രാഘവൻ ചെയർമാനായ ഭരണസമിതി നടത്തിയ നിയമനം റദ്ദു ചെയ്യണമെന്നാണ് ആവശ്യം.
കോഴ വാങ്ങിയാണ് നിയമനം നടത്തിയതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.